വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആഴ്ചയുടെ 2ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ മെസ്സേജിന്റെ നെക്സ്റ്റ് ഫേസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കർത്താവ് ഓരോ ദിവസവും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ വരികയാണ്, ദൈവത്തിന്റെ വലിയ സംരക്ഷണം വരികയാണ്. നമ്മുടെ കാല് കല്ലിൽ തട്ടി വീഴാത്ത വണ്ണം കർത്താവ് നമ്മളെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഏഞ്ചൽസിന്റെ വലിയൊരു പ്രൊട്ടക്ഷനാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ ഭവനങ്ങളുടെ ചുറ്റും ഒരു വലിയൊരു ഏഞ്ചൽസിന്റെ ഒരു പ്രൊട്ടക്ഷൻ കർത്താവ് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. പല വീടുകളിൽ നിന്നും നമ്മളെല്ലാം ജോയിൻ ചെയ്ത് നിൽക്കുന്നു. കർത്താവിന്റെ വലിയ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ആമേൻ. സോ ബ്ലെസ്സിംഗ് ടുഡേ ഗ്ലോബൽ ഫാമിലിയോടാണ് ഞാൻ ഇപ്പോൾ ഒരുമിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടുന്നാ ജോയിൻ ചെയ്യുന്നത് ഈ സമയത്ത് ലൈവ് ചാറ്റിൽ മെൻഷൻ ചെയ്യുക. യൂട്യൂബിലും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും അത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. TV-യിലൂടെ കാണുന്ന വ്യക്തികളാണെങ്കിൽ യു ആർ വെൽക്കം. താങ്ക് യു ഫോർ ജോയിനിങ് us. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ട്. ആദ്യമായി ദീനമ്മ ഫ്രം പുനലൂർ. നമുക്ക് ഒരുമിച്ച് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവ്, ഓഗസ്റ്റ് 29 കൊച്ചുമകൻ ജെയിംസ് ബിജുവിന്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് ഒരുമിച്ച് ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, മകന്റെ മേൽ ദൈവത്തിന് വലിയ സംരക്ഷണവും പ്രൊട്ടക്ഷനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം മകനെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മകൾ ജാൻസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ബ്ലഡ് ക്യാൻസർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ ഫ്രീ ആയി ഞങ്ങൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഭർത്താവിന്റെ നടുവേദനയും കാലുവേദനയും സൗഖ്യമാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, താങ്ക് യു ലോർഡ്. ഇന്നത്തെ വേറൊരു സ്പോൺസർ ഉള്ളത് ബ്രദർ മാത്യു ഫ്രം എറണാകുളം. ഇന്ന് മാത്യുവിന്റെ ജന്മദിനമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും കൂടുതൽ നന്മകളാൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ സകല വേദനകളും കണ്ണിന്റെ പ്രശ്നങ്ങളും എല്ലാം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിപൂർണമായ ഹീലിംഗ് ആൻഡ് ഹെൽത്ത് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവിക ആരോഗ്യവും സംരക്ഷണവും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്നത്തെ സ്പോൺസേഴ്സിനെ അനുഗ്രഹിക്കണം, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് 2 സ്പെഷ്യൽ മീറ്റിംഗ്സ് ആണ് ഒക്ടോബറിലും നവംബറിലും നടക്കുന്നത്. ഒക്ടോബറിൽ നമ്മുടെ യൂത്ത് കോൺഫറൻസ്, യൂത്ത് റിവൈവൽ മീറ്റിംഗ് നടക്കുന്നു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ സമയത്ത് കാണാൻ സാധിക്കും. 13 വയസ്സ് മുതലുള്ള എല്ലാവരെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. 8ാം ക്ലാസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ടീൻസ്, അപ്പോൾ തന്നെ യങ്സ്റ്റേഴ്സ്, 20s വ്യക്തികൾ ഓൾ ദ വേ അപ് ടു 30 വയസ്സ് വരെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ വിമൻസ് കോൺഫറൻസ് നവംബർ 8 and 9 ഈ തീയതികളിൽ നടക്കുന്നു. ഇവിടെ വാച്ച് ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സും നിങ്ങൾ ആ ദിവസം ബ്ലെസ്സിംഗ് ടുഡേ ചർച്ച് കൊച്ചിയിൽ നിങ്ങൾ എത്തിച്ചേരണം. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി an amazing ഇവന്റ്. സോ അതിലേക്ക് എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു. ആമേൻ. രജിസ്റ്റർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. സ്വർഗത്തിൽ നിന്നും ഒരു ദർശനം ലഭിച്ചാൽ ലൈഫ് മൊത്തം രൂപാന്തരപ്പെടും. ഒന്ന് കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? ഇഫ് യു റിസീവ് എ വിഷൻ ഫ്രം ഹെവൻ, യുവർ ഹോൾ ലൈഫ് വിൽ ബി ട്രാൻസ്ഫോംഡ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരൊറ്റ ദർശനം. ശൗലിന്റെ ജീവിതത്തിൽ ആ ദർശനം കിട്ടി. താൻ പൗലോസായി മാറി. പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയവൻ എന്നാണ്. ചെറിയവൻ. താൻ അത്രത്തോളം താഴ്മപ്പെട്ടു. വലിയ ആളായിരുന്നു. സമൂഹത്തിൽ ഭയങ്കര കാശുണ്ട്. നല്ല കുടുംബത്തിൽ പിറന്നവൻ. ബെന്യാമിൻ ഗോത്രത്തിൽ പിറന്നു. ഒത്തിരി ക്രെഡൻഷ്യൽസ് ഉണ്ട് അദ്ദേഹത്തിന് പറയാൻ. എന്ന് മാത്രമല്ല, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. സംസാരിക്കാൻ അറിയാം. അധികാരമുണ്ട്. ഇനി എന്ത് വേണം? ആരെയും കൂസാതെ കൊലക്കൊമ്പനായി ഒത്തിരി ക്രൈസ്തവരെ കൊന്ന്, ദൈവമക്കളെ കൊന്ന്, സഭകളെ മുടിച്ച് നശിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയി. ആരുണ്ട് ഇവനെ തളയ്ക്കാൻ? അപ്പോഴാണ് അനനിയാസിനെ പോലുള്ള ചില ഭക്തന്മാർ ദേശത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റു.
അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റപ്പോൾ ഒരു ദൂതനെയല്ല, ഒരു ഇവാഞ്ചലിസ്റ്റിനെയല്ല, കർത്താവ് പറഞ്ഞു വെൽക്കം ഡൗൺ, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ എന്ന് വെച്ചാൽ താഴത്തേക്ക് വന്നെന്നല്ല, ദർശനത്തിൽ, ഐ മീൻ പോകുന്ന വഴിയിൽ വിഷനിൽ യേശു കർത്താവ് അവന് പ്രത്യക്ഷനായി. കുതിരപ്പുറത്തിരിക്കുമ്പോൾ ജെറുസലേമിൽ നിന്നും ഡമാസ്കസിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട്ട് കയറി കൊല്ലും കൊലപാതകം തുടങ്ങാൻ പോകും. നമ്മുടെ സിനഗോഗുകളിലൊക്കെ അകത്തുള്ള റിപ്പോർട്ടുകൾ സിനഗോഗുകളിൽ നിന്ന് സ്വീകരിച്ച് ആരെല്ലാം വഴിതെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ വഴിതെറ്റി ഈ വഴിയിലേക്ക് പോയിട്ടുണ്ട്, ഈ മാർഗത്തിലേക്ക് പോയിട്ടുണ്ട്, യേശു വിശ്വസിച്ചിട്ടുണ്ട്, അവരെല്ലാം കൊല്ലുവാനുള്ള അധികാരപത്രവുമായി താൻ പോവുകയാണ്. ആ സമയത്താണ് കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് ചില വാക്കുകൾ സംസാരിച്ചു. തന്നെ ഒന്ന് കാണാൻ ജസ്റ്റ് ഒന്നൊരു വിഷൻ കൊടുത്തു. കുതിരപ്പുറത്ത് നിന്ന് താൻ താഴെ വീഴുന്നു. യേശു കർത്താവിന് വലിയ പരിപാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓർക്കുന്നുണ്ട്, ഗെത്സമൻ തോട്ടത്തിൽ കർത്താവ് നിങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യൻ ഇതാ ഞാനാണ് എന്ന് പറയുകയല്ല, അറസ്റ്റ് ചെയ്യാൻ വന്നവരെല്ലാം കൂടി താഴെ കിടക്കുന്നു. സോ ആ ഡിസ്പ്ലേയിൽ നമുക്ക് മനസ്സിലാക്കാം ദ പവർ ഓഫ് ജീസസ്. അവൻ്റെ സാന്നിധ്യത്തിൽ പോലും ഒരു ശത്രുവും നിൽക്കാൻ സാധ്യമല്ല. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എങ്കിലും ദൈവമായതുകൊണ്ടും ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടും ഒറ്റയടിക്കുന്നൊന്നും കർത്താവ് ചെയ്യാറില്ല. അവൻ തൻ്റെ ദീർഘക്ഷമയിൽ സകലവും സഹിച്ചും പുറത്തും ഇങ്ങനെ അങ്ങ് വച്ചേക്കും. പാവം ചെയ്യുന്നവരെല്ലാം അപ്പം തന്നെ തട്ടിക്കളയുവാനാണെങ്കിൽ ഒരാൾ ഇന്ന് നിലവിലില്ല, എല്ലാം പൂജ്യം. എന്നാൽ കർത്താവ് തൻ്റെ സഹിഷ്ണുതയിൽ പലതും ദീർഘക്ഷമയോടുകൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. പൗലോസ് ഈ ദർശനം കണ്ടപ്പോൾ തൻ്റെ ലൈഫ് മൊത്തം മാറി. അനനയാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഡമാസ്കസിൽ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലേക്ക് വന്ന് തനിക്ക് വേണ്ടി, യൂദാസ് എന്ന് പറയുന്ന യൂദായുടെ വീട്ടിൽ താമസിക്കുമ്പോൾ തൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് താഴെ വീണു. എൻ്റെ അർത്ഥം യേശുവിനെ കണ്ട ആ സമയത്ത് താൻ അന്ധനായിപ്പോയി. അപ്പോൾ എന്തോ ഒരു സംഭവം തൻ്റെ കണ്ണിൽ വന്ന് അടഞ്ഞു, ഒരു ഷട്ടർ ഇട്ടതുപോലെ ഒന്ന് അടഞ്ഞു, ഒന്നും കണ്ടുകൂടാ. 3 ദിവസം ഭക്ഷണം കഴിച്ചില്ല, ഒന്നും കുടിച്ചില്ല, 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിലാണ്. അതിൽ ഈ മനുഷ്യൻ വന്ന് കർത്താവ് കണ്ടു പോയി. പിന്നെ കണ്ണു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, ശബ്ദം കേട്ടു, താൻ യേശുവിനെ കണ്ടു. പിന്നെ നടക്കുന്നതെല്ലാം കൂടെ ഉണ്ടായിരുന്ന തൻ്റെ അസിസ്റ്റന്റുമാരൊക്കെ തന്നെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇരുട്ട് കയറി, ഒന്നും കണ്ടോളൂ. ബിക്കോസ് ഹി വാസ് അണ്ടർ അറസ്റ്റ്. കർത്താവ് അവനെ നേരെ വന്ന് അറസ്റ്റ് ചെയ്തു. കർത്താവിൻ്റെ പരിപാടികൾക്ക് വേറെ രീതിയിലാണ്. ഹാൻഡ് കപ്സ് ഒന്നും കൊണ്ടൊന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആളെ പൂട്ടി തൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരുന്ന തൻ്റെ മണവാട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരുന്ന ആളെ യേശു കർത്താവ് വന്ന് പൂട്ടി. വാവ് ആള് വിലങ്ങിലായി, അറസ്റ്റിലായി. ഇനി തൻ്റെ ലൈഫ് മൊത്തം യേശുവിൻ്റെതാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ജഡത്തിൽ ഞാൻ ജീവിക്കുന്നത് ദൈവപുത്രന് വേണ്ടി അത്രേ എന്ന് പറയത്തക്ക രീതി, എഴുതത്തക്ക രീതി, അത് പ്രസംഗിച്ചുകൊണ്ട് അത് തൻ്റെ ജീവിതത്തിൻ്റെ മോട്ടോ ആകത്തക്ക രീതിയിൽ ഒരൊറ്റ ദർശനം തൻ്റെ ലൈഫ് മൊത്തം മാറ്റിമറിച്ചു. കൈവർത്തി ഒന്ന് പ്രാർത്ഥിച്ച ഗീവ് മീ എ വിഷൻ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് ഗിവ് മീ എ വിഷൻ. ദൈവമേ, എനിക്കൊരു ദർശനം നൽകണമേ, എനിക്കൊരു ദർശനം നൽകണമേ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ എല്ലാവരുടെ ലൈഫ് ഒന്ന് മൊത്തം ട്രാൻസ്ഫോംഡ് ആവും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുഃഖിച്ചും അത് ഇതൊക്കെ നടക്കുന്നതിന് പകരം വലിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ കർത്താവ് കൃപ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ റൈറ്റ്. ഇനി നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 17. അതിനു മുമ്പെന്ന് പറഞ്ഞോട്ടെ, ഈ മനുഷ്യൻ ശൗല് പൗലോസായി തീർന്നു. അതിനുശേഷം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം എത്തുമ്പോഴാണ് നമ്മൾ ഇന്നലെ വായിച്ച ആദ്യത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ therefore King Agrippa, I was not disobedient to the heavenly vision. സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. അന്ന് കിട്ടിയ ആ ദർശനം യേശുവാണ് ക്രിസ്തു, അവനാണ് മശിഹ. അറിയാതെ തെറ്റിദ്ധരിച്ച് ഞാൻ അവനെയും
സഭയെയും പീഡിപ്പിച്ചു. പകരം എൻ്റെ ജീവിതം കൊണ്ട് എത്ര സഭകൾ സ്ഥാപിക്കാം അത്രയും സഭകൾ സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞ് താൻ ഭയങ്കരമായി തീരുമാനങ്ങളൊക്കെ എടുത്തു. അവസാനം വരെ തൻ്റെ ജീവൻ പോലും ആ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തു. ജീവൻ കൊടുത്തു. Wow, that is the power of a vision. Now, Acts 2:17 ഒന്ന് വായിച്ചു നോക്കിയേ. And it shall come to pass in the last days, says God, that I will pour out my spirit on all flesh. Your sons and your daughters shall prophesy. Your young men shall see visions. Your old men shall dream dreams. അവിടെ പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരം യോവേൽ പ്രവാചകൻ പ്രവചിച്ചത് ഇവിടെ പത്രോസ് ഉദ്ധരിച്ച് പ്രഖ്യാപിക്കുകയാണ്. യുവർ സൺസ് ആൻഡ് യുവർ ഡോട്ടേഴ്സ് ഷാൽ പ്രൊഫസൈ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവർ യങ് മെൻ ഷാൽ സീ വിഷൻസ്. നിൻ്റെ ചെറുപ്പക്കാർ, യുവാക്കന്മാർ യങ് മെൻ ഷാൽ സീ വിഷൻസ്, ദർശനങ്ങൾ കാണാൻ തുടങ്ങും. യുവർ ഓൾഡ് മെൻ ഷാൽ ഡ്രീം ഡ്രീംസ്. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ബ്രിങ്ങർ ഓഫ് ഹെവൻലി വിഷൻസ്. ഇവിടെ പറയുന്ന അന്ത്യകാലത്ത് ഞാൻ എല്ലാവരുടെ മേലെ എൻ്റെ ആത്മാവിനെ പകരം, ഈ ആത്മാവ് വരുമ്പോഴാണ് വിഷൻ ലഭിക്കുന്നത്. സോ ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗിവർ ഓഫ് ഹെവൻലി വിഷൻസ്. വേൾഡ്ലി വിഷൻസ് അല്ല, സ്വർഗീയ ദർശനങ്ങൾ കൊണ്ടുവരുന്ന ഏജൻസി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പോൾ യോങ്കിച്ചു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, വിഷൻസ് ആൻഡ് ഡ്രീംസ് ആർ ദ ലാംഗ്വേജസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്വപ്നങ്ങൾ, ദർശനങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഷയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റമാണ്. പരിശുദ്ധാത്മാവ് ജനങ്ങളുമായി സംസാരിക്കുവാൻ ഉപയോഗിക്കുന്നൊരു ഭാഷയാണ് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. ഈ നാളുകളിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ഒത്തിരി സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ടാകാൻ പോകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സൺഡേ മീറ്റിംഗ് ആയാലും ഫ്രൈഡേ മീറ്റിംഗ് ആയാലും നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അപ്പസ്റ്റോളിക് പ്രൊഫറ്റിക് കോൺഫറൻസ് ആയാലും മറ്റേതൊരു മീറ്റിംഗ് ആയാലും ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, എൻ്റെ വാട്സപ്പിലേക്ക് ഒത്തിരി പേർ അവർ കാണുന്ന സ്വപ്നങ്ങൾ, അവർ ചുമ്മാ പകലിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഓപ്പൺ വിഷൻ, കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ അവർ കാണുകയാണ്. ഇങ്ങനെയുള്ള വിഷൻസൊക്കെ കാണുകയാണ് ഒത്തിരി പേര്. സ്വർഗം തുറന്നു കിടക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ജനങ്ങൾക്ക് ധാരാളമായി ദർശനങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും. ഒരു പ്രൊജക്ടർ ഉപയോഗിച്ച് ഒരു സ്ക്രീനിലേക്ക് ഇമേജുകൾ, മൂവികൾ ഒക്കെ പതിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ സ്പിരിറ്റിലേക്ക്, അവരുടെ മൈൻഡിലേക്ക്, അവരുടെ സോൾ പാർട്ടിലേക്കൊക്കെ പല കാര്യങ്ങളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും. കണ്ണ് തുറന്നിരുന്നാലും അവർക്ക് കാണാൻ കഴിയും പരിശുദ്ധാത്മാവ് പ്രദർശിപ്പിക്കുന്ന രംഗങ്ങൾ. വാവ് വാവ് വാവ്. എത്ര പേർ കൈവർത്തി പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് വേണം പറ. ഫ്രീ ആണേ, ഇതിന് സ്തോത്രകാഴ്ച ഒന്നും കൊടുക്കണ്ട, ദശാംശം കൊടുക്കണ്ട, ഡൊണേഷൻ ഒന്നും വേണ്ട. ആഗ്രഹിച്ചാൽ കർത്താവ് തരും. കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഒരു മൂവി തിയേറ്ററിൽ പോയി കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് ആ 3 മണിക്കൂർ അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ് അത്രയും മണിക്കൂർ വേറൊരു വേൾഡിലിരുന്ന് തിരിച്ചു വരുമ്പോൾ വീണ്ടും ശൂന്യതയാണ്.
എന്നാൽ കിട്ടിയ ആ പിക്ചർ അതിൽ പ്രത്യേകിച്ച് അതിലെ വൃത്തികേടുകളെല്ലാം ഇവിടെ സ്റ്റിക്ക് ചെയ്യും, ബാക്കിയൊക്കെ ചിലപ്പോൾ പോയെന്നിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന മൂവികളുണ്ട്, പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ദർശനങ്ങൾ. വാവ് വാവ് വാവ്. അത് മെൻ്റൽ പിക്ചേഴ്സായിട്ട് വരാം, ഇമാജിനേഷനിൽ വരാം, ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ വരാം, കണ്ണ് തുറന്നിരിക്കുമ്പോഴോ അടഞ്ഞിരിക്കുമ്പോഴോ പ്രാർത്ഥനയിലോ അല്ലാതെയോ ധ്യാനിച്ചിരിക്കുമ്പോഴോ അകത്ത് പരിശുദ്ധാത്മാവ് വിഷനായി ഇത് പ്രഖ്യാപിക്കാം. പത്രോസിന് ലഭിച്ചതുപോലെ ട്രാൻസ് വിഷനായിരിക്കാം. ചിലപ്പോൾ ബോഡി അങ്ങ് കുഴഞ്ഞു വീഴും, പക്ഷേ ആത്മാവിൽ ഇത് പ്രൊജക്റ്റഡ് ആവും. ഇവിടെ പറയുന്നത് യുവർ യങ് മെൻ ഷാൽ സീ വിഷൻസ്. യൗവനക്കാർ ദർശനങ്ങളെ കാണും. അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് യങ് മെൻ എന്ന് പറയുന്നുണ്ട്. അതിനൊരു കാരണം ഞാൻ വിശ്വസിക്കുന്നത് ചെറുപ്പക്കാർക്കാണ് ഇതില്ലാത്തത്. സാധാരണ ഭൂരിഭാഗം ചെറുപ്പക്കാർക്കും ആ സമയത്ത് ആ യൗവനകാലത്തെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു കാഴ്ചപ്പാടൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ജീവിക്കുക. ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേര് കാണും, പക്ഷെ അവർക്കുള്ളത് ആംബിഷനാണ്, വിഷനല്ല. എനിക്ക് പൈലറ്റ് ആവണം, അതൊരു ആംബിഷനാണ്. എനിക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണം, ആംബിഷനാണ്. എനിക്ക് നേവിയിൽ വർക്ക് ചെയ്യണം, ആംബിഷനാണ്. എനിക്കൊരു ഭയങ്കര ബിസിനസ് മാൻ ആകണം, അതൊരു ആംബിഷനാണ്, വിഷനല്ല. പെൺപിള്ളേർക്കാണെങ്കിൽ കുറേ പേർക്ക് നേഴ്സാകണം, വിദേശ രാജ്യത്ത് പോയി വർക്ക് ചെയ്യണം, ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏതിലുള്ളൊരു ചെറുക്കനെ വിവാഹം കഴിച്ച് അവിടെ അങ്ങ് സെറ്റിലാകണം. UK യിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ന്യൂസിലാൻഡിലോ ഒക്കെ എനിക്കൊന്ന് സെറ്റിലാകണം. ആംബിഷനാണത്, വിഷനല്ല. മനസ്സിലാക്കണം. എന്നാൽ ഇതൊക്കെയാണ് പലരുടെയും സ്വപ്നങ്ങളും പലരുടെയും ആംബിഷനും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എന്ന് പറയുന്നത്. But I'm talking about heavenly visions generated and supplied by the Holy Spirit. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? Okay. God visits us through various means, acts upon us by many instruments and tools, wins us in different ways. കർത്താവ് നമ്മെ നേടിയെടുക്കാൻ പല പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ജനങ്ങളെ നേടിയെടുക്കാൻ. ഞാൻ കേട്ടിട്ടുള്ളത് പറയാം. പല മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും സുവിശേഷകർക്ക് പ്രവർത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള ഫ്രീഡം അവിടെയില്ല. കയ്യോ കാലോ വെട്ടിക്കളയും, ചിലപ്പോൾ ജീവനും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, മാസീവായി ഒറ്റയടിക്ക് 500 പേർക്ക് 600 പേർക്ക് 300 പേർക്കൊക്കെ യേശു കർത്താവ് നേരിട്ട് സ്വപ്നത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുക. ആ നിമിഷം മുതൽ അവർ യേശുവിൽ വിശ്വസിക്കുകയാണ്. വേഷഭൂഷാദികൾ മാറില്ലായിരിക്കാം. ഇറാനിൽ അതുപോലെ ഭയങ്കരമായി നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. മാസീവായി ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇല്ല, ആരും അവരോട് പറഞ്ഞിട്ടല്ല. യേശു സ്വപ്നത്തിൽ വരുന്നു, അവർ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഞാൻ കേട്ടിരിക്കുന്നതനുസരിച്ച് ഏറ്റവും വലിയ ചർച്ച് ഗ്രോത്ത്, സഭാ വളർച്ച ഇപ്പോൾ നടക്കുന്നത് ഇറാനിലാണ്. അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്നൊരു മീൻസാണ് വിഷൻസ് ആൻഡ് ഡ്രീംസ്. ഒരു മനുഷ്യൻ്റെ ഇടപെടലല്ല, കർത്താവ് നേരിട്ട്. ഈ പൗലോസിനെ സുവിശേഷീകരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സുവിശേഷം നട്ടലുണ്ടോ? ഏതെങ്കിലും ഒരു പാസ്റ്റർ എന്നിട്ട് പറയുക, പൗലോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് സുവിശേഷം പങ്കുവെക്കാൻ. അവൻ്റെ ജീവൻ പോയി, അവനെ ആയിരിക്കും ആദ്യം കല്ലെറിഞ്ഞു കൊല്ലാൻ പോകുന്നത്. അതുകൊണ്ട് ആർക്കും അവൻ്റെ അടുക്കൽ പോകാനുള്ള ധൈര്യവുമില്ല. ഈ സമയത്താണ് കർത്താവ് നേരിട്ടിറങ്ങി വന്നത്. ഇവിടെ പറയുന്നത്, ദർശനമില്ലാതെ നടക്കുന്ന യുവാക്കന്മാർക്ക്, യുവതികൾക്ക് ദർശനം കൊടുക്കാൻ പരിശുദ്ധാത്മാവ് അന്ത്യകാലത്ത് പകർച്ചയായി ഇറങ്ങി വരും. ഇത് കാണുന്ന ഓഡിയൻസിനോട് വിളിച്ചു പറയുകയാണ്, ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ ഭയങ്കരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ. നിങ്ങൾക്ക് യങ്സ്റ്റേഴ്സായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ കയറി പിടിച്ചോ ഈ വാഗ്ദത്തത്തെ. കർത്താവ് എൻ്റെ മക്കൾക്ക് ഒരു ദർശനം കൊടുക്കണേ.
പല മാതാപിതാക്കൾക്കും ദർശനം കിട്ടാതിരിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ. കാരണം അവർ ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച്, എൻ്റെ ബ്രദറിന് അറിയാമോ, ആ മെഡിക്കൽ കോളേജിലൊക്കെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി എത്ര ലക്ഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവനും, പിന്നെ ലോണും കൂടി എടുത്തു കൊടുത്തിട്ടൊക്കെ അവനെ പഠിപ്പിക്കുന്നത്. അവന് നല്ല ദർശനം കിട്ടിക്കഴിഞ്ഞാൽ, അവനെങ്ങാലും അത് ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അധ്വാനം മൊത്തം പോയില്ലേ ബ്രദറെ. അവൻ്റെ ഒരു ദർശനം കിട്ടാതിരിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കും. മാതാപിതാക്കൾക്കാണ് ഇതിൻ്റെ ആവശ്യം വരേണ്ടത്. ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദൈവം നൽകുന്ന സ്വപ്നങ്ങളും ദൈവം നൽകുന്ന ദർശനങ്ങളെയും ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് മാതാപിതാക്കളാണെന്നാണ് പറയുന്നത്. കാരണം മാതാപിതാക്കൾ ഒരു കാര്യം കണ്ട്, ഇവനെ പഠിപ്പിച്ച് വലുതാക്കി ഇന്നയാളാക്കണം. കർത്താവിനോട് ചോദിച്ചിട്ടില്ല, ഇവൻ എന്തിന് ഞങ്ങൾക്ക് തന്നു, ഇവളെ എന്തിനു തന്നു, ഇവളെ എവിടെ എത്തിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല. പകരം കർത്താവ് ഒരുപക്ഷെ അവൻ്റെ അകത്തേക്ക്, അവളുടെ അകത്തേക്ക്, ഈ യുവതി യുവാക്കന്മാരുടെ അകത്തൊരു ദർശനം കൊടുക്കും. അത് ഒന്ന് പറയും, എനിക്ക് അമ്മ, എനിക്കൊരു വർഷിപ്പ് ലീഡർ ആകണം, എനിക്കൊരു ദൈവദാസനാകണം, എനിക്ക് സുവിശേഷം എന്താ പറഞ്ഞത്? നിന്നെ ഇത്രയും ചെലവാക്കി ഇത്രയും പഠിപ്പിച്ചിട്ട് നീ പാസ്റ്റർ പണിക്ക് പോകാൻ പോകണം എന്ന് ചോദിച്ചുകൊണ്ട് അവർ ആക്രോശിക്കും. അപ്പോൾ പേടിച്ചിട്ട്, അയ്യോ അപ്പനും അമ്മയാണല്ലോ ഇത്രയും നാൾ പഠിപ്പിച്ചത്, എന്നാൽ പിന്നെ അവരെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് നേരെ ആ ദർശനത്തെ തല്ലിക്കൊന്നു. ഇതൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. യോസഫിൻ്റെ വീട്ടിൽ യോസഫ് സ്വപ്നം കണ്ടപ്പോൾ ആദ്യം എതിർത്തത് ആരാണ്? അപ്പനും അമ്മയും. ഇനി മേലിൽ നീ ഇത് കാണരുത്, ഞങ്ങളൊക്കെ നിന്നെ മുമ്പിൽ വന്ന് വീണ് കിടക്കണമെന്നാണോ? ഇനി മേലിൽ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ നീ കാണരുത്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത്, the heavenly vision is sure to come during the days of youth. കർത്താവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ചെറുപ്പക്കാർക്ക് ഒരു ദർശനം ഇറങ്ങി വരും. എന്നാൽ the mind should be more open and the heart more tender. കാരണം സ്വർഗരാജ്യത്തിൽ ഇത് സ്വീകരിക്കാനുള്ള ഒരുക്കം നടത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംബിഷൻ മാറി വിഷൻ ആ സ്ഥാനത്ത് വരണം. അപ്പോഴാണ് ദൈവത്തിന് പറ്റിയ രീതിയിലേക്ക് ജീവിതം മാറുകയുള്ളൂ. അഭിലാഷങ്ങൾക്ക് പകരം സ്വർഗീയ ദർശനം ചെറുപ്പക്കാർ സ്വീകരിക്കണം. ഇനി ഇവിടെ നമ്മൾ ചെറുപ്പക്കാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ആക്ച്വലി ദിസ് ഇസ് ഫോർ എവ്രിവൺ. ഏത് പ്രായപരിധി ഇല്ലാതെയും ദർശനം കിട്ടി. പത്രോസിന് കിട്ടി, കുഞ്ഞുങ്ങൾക്ക് കിട്ടി, ശമൂവേൽ ബാലന് കിട്ടി, ആർക്ക് വേണേലും. ഏജ് ഒരു വിഷയമല്ല. എന്നാൽ അന്ത്യകാല ഉണർവിൻ്റെ ഒരു ലക്ഷണമാണ് ചെറുപ്പക്കാരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്നിട്ട് അവർക്കൊരു ദർശനം കൊടുക്കുക. കാരണം അവർ ലൈഫ് മൊത്തം, ഇനിയുള്ള ജീവിതം മൊത്തം ആ ദർശനത്തിന് വേണ്ടി അവർ ജീവിച്ചാൽ, വാ. എൻ്റെ ടീൻസിലാണ് എനിക്ക് ദർശനം കിട്ടുന്നത്. ഞാൻ യേശുവിനെ ദർശിക്കുന്നത്, അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ എനിക്കുണ്ടാകും. അതിനുശേഷം എൻ്റെ ലൈഫ് മൊത്തം എന്ന് വെച്ചാൽ അതിനു മുമ്പ് ജീവിച്ച 16 വർഷവും അതിനുശേഷം ജീവിച്ച അതിനേക്കാൾ കൂടുതൽ വർഷങ്ങളും ഈ സ്വർഗീയ ദർശനത്തിന് വേണ്ടിയാണ് ജീവിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നത്. ഇതുപോലെ ഇത് കേൾക്കുന്ന ചെറുപ്പക്കാരായാലും കുട്ടികളായാലും ഇനി പ്രായമുള്ളവരായാലും ശിഷ്ടായുസ് സ്വർഗീയ ദർശനത്തിന് വേണ്ടി ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഓർക്കേണ്ടത്, വാട്ട് ഈസ് യുവർ വിഷൻ ഇൻ ലൈഫ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പലരും പറയാൻ പോകുന്ന ഈ പറഞ്ഞ പോലെ, എനിക്കൊരു ടീച്ചറാകണം, എനിക്കൊരു നേഴ്സാകണം, എനിക്ക് പൈലറ്റ് ആകണം, എനിക്ക് എഞ്ചിനീയറാകണം, എനിക്ക് ഡോക്ടറാകണം, പിന്നെ ബിസിനസ്, പലതും പറയും. തിരിച്ചറിയുക, ദാറ്റ് ഈസ് ഓൺലി യുവർ ആംബിഷൻ. അത് ചെയ്യേണ്ടെന്നല്ല, ആ രീതിയിലൊക്കെ പൊക്കോ. എന്നാൽ അതിനപ്പുറത്ത് ദൈവം നൽകുന്ന ദർശനം ഓരോരുത്തർ സ്വീകരിച്ചാൽ മായി പിന്നെ ആ ലൈഫ് മൊത്തം യേശുവിൻ്റെതായി മാറുകയാണ്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 11:34 ഇതൊരു നല്ല രീതിയിൽ എടുക്കുക. യുവർ ഐ ഈസ് ദ ലാമ്പ് ഓഫ് യുവർ ബോഡി. വെൻ യുവർ ഐസ് ആർ ഹെൽത്തി, യുവർ ഹോൾ ബോഡി ഓൾസോ ഈസ് ഫുൾ ഓഫ് ലൈറ്റ്. ബട്ട് വെൻ ദേ ആർ അൺഹെൽത്തി, ദാറ്റ് മീൻസ് ബ്ലൈൻഡ് ഓർ ഡിം, യുവർ ബോഡി ഓൾസോ ഈസ് ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകും. ഈ ശരീരത്തിൻ്റെ മൊത്തം വിളക്കാണ് ഈ കാണുന്ന കണ്ണുകൾ. വെൻ യുവർ ഐസ് ആർ ഹെൽത്തി, ഈ കണ്ണുകൾക്ക് നല്ല 20/20 കാഴ്ചയുണ്ടെങ്കിൽ, യുവർ ഹോൾ ബോഡി ഓൾസോ ഈസ് ഫുൾ ഓഫ് ലൈറ്റ്. ശരീരം മുഴുവൻ പ്രകാശിതം, നമ്മുടെ ജീവിതം മുഴുവൻ
ജീവിതം മുഴുവൻ പ്രകാശിതമാണ്. ബട്ട് വെൻ ദേ ആർ അൺഹെൽത്തി, that means blind, or you have lost your eyesight, your body also is full of darkness. നിങ്ങളുടെ ശരീരവും മുഴുവൻ ഇരുട്ടുള്ളതായി മാറുകയാണ്. കണ്ണുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. Our eyes can capture 4 million bytes of information per second. ഒറ്റ സെക്കൻഡിൽ 4 million bytes നമ്മുടെ കണ്ണുകൾ അകത്തേക്കെടുക്കും. അത്രയും ഇൻഫർമേഷനാണ് കിട്ടുന്നത് ഒരൊറ്റ നോട്ടത്തിൽ. ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ക്യാമറ ഇൻ ദ വേൾഡ്, ഡിസൈൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. കർത്താവ് മാനുഫാക്ചർ ചെയ്ത ഈ ലോകത്തിൽ ഒരു സയൻറ്റിസ്റ്റും ഒരാൾക്കും ഇന്ന് വരെ ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും മഹത്തായ ക്യാമറകളാണ് നമ്മുടെ കണ്ണുകൾ. If you lose vision, we lose direction and will be in darkness. കണ്ണ് പോയി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഡയറക്ഷൻ നഷ്ടപ്പെട്ടു. ഇനി എങ്ങോട്ടാ എന്താ തപ്പിത്തടയാന്ന്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. Our spiritual eyes have the capacity to capture images through the Holy Spirit to embrace vision from God for our life. എന്നാൽ നമ്മുടെ ആത്മീയ കണ്ണുകൾക്ക്, ഇത് ശരീരത്തിൻ്റെ കണ്ണുകളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ആത്മീയ കണ്ണുകൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവത്തിൽ നിന്നും ദർശനങ്ങൾ സ്വീകരിക്കാൻ, ജീവിത ദർശനം സ്വീകരിക്കുവാനുമുള്ള കഴിവ് കർത്താവ് തന്നിട്ടുണ്ട്. എത്ര പേർ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ എൻ്റെ ലൈഫിന് വേണ്ടിയുള്ള വിഷൻ, ഹെവൻലി വിഷൻ എനിക്ക് തരണമേ. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ലോർഡ് ഗിവ് മീ ദ ഹെവൻലി വിഷൻ ഫോർ മീ. എനിക്കുള്ള സ്വർഗീയ ദർശനം എനിക്ക് വേണം എന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് കർത്താവിനോട് പറഞ്ഞേ. സോ ഈ വിഷൻ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ദിവസങ്ങളിൽ ഈ സ്വർഗീയ ദർശനം, അതായത് സ്വർഗം തുറക്കപ്പെടുമ്പോൾ ദർശനങ്ങൾ ലഭിക്കും, സ്വപ്നങ്ങളുണ്ടാകും. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പല ഇൻസിഡൻസ്, പല വ്യക്തികൾ ഒക്കെ എടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് സ്വന്തം ജീവിതത്തിൽ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്. ഈ വചനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? മറ്റുള്ളവർക്ക് കൊടുക്കുമോ? അത് സ്വന്തമായി പോക്കറ്റിടുമോ? ഇതൊക്കെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുമോ? ഹലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പറ്റുവാണെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് യൂട്യൂബിൽ കാണുന്നവർ ഒരു ലൈക്ക് കൊടുക്കുക. എനിക്കല്ല, ദർശനങ്ങൾ നൽകുന്ന കർത്താവ്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും ദർശനം. ഈ ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. ഒത്തിരി പേർക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ. കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ സ്വർഗീയ ദർശനങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഒരു വിഷയമില്ലാതെ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം എന്നൊക്കെ അറിയാതെ നടക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ദർശനങ്ങളെ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാസ്റ്റർ. അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവേ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഈ പുകവലി പോലെയുള്ള അഡിക്ഷൻസിൽ നിന്ന് ജനങ്ങൾ പുറത്തു വരുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, പുകവലി മാത്രമാണോന്നില്ല, എനി അഡിക്ഷൻ, ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ഡെലിവർ യു ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പെട്ടെന്നായിരിക്കും പെടുക. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ക്യാൻസർ ബാധിതമായ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഒത്തിരി മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചിലർ, ഇന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ.
being